ഹലോ, പേടിക്കണ, നമ്മളൊക്കെ ബോഡിയില്ലാത്ത ആൾക്കാരാ. അല്ല, ചേട്ടൻ്റെ ഇത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നു കേട്ടാ. ഞാൻ ഓഫീസിൽ സമയത്തേ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. എൻ്റെ വൈഫാണ് പ്രഗ്നന്റ് ആയിരുന്നു കേട്ടോ. അവളുടെ ഡെലിവറി എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് ബൈക്ക് എടുത്ത് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി. സന്തോഷത്തിൽ കൂടി പോകണമെന്ന് പറയാൻ പാടില്ല, സ്പീഡ് ഇച്ചിരി കൂടുതലായിരുന്നു. പോണ വഴിക്ക് പെട്ടെന്നൊരു ലോറി വന്നു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്കെന്നെ കൊച്ചിനൊന്ന് കാണാൻ പോലും പറ്റിയില്ല കേട്ടോ. അത് വിടട്ടാ. അല്ല, ചേട്ടനെ പറഞ്ഞില്ല? എന്റെ ഞാൻ തന്നെ തീർത്തതാ. ആത്മഹത്യ. ഇവിടെ മനുഷ്യന് ഒരു ദിവസം ആയുസ് നീട്ടി കിട്ടാൻ ആഗ്രഹിക്കണ്, ഇവിടെ കിട്ടിയ ആയുസ് കൊണ്ട് നശിപ്പിക്കണ്. കൊള്ളാം. ഈ ലോകത്തെ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, അതിന്റെ ഇടയില് ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ? എനിക്കെല്ലാരും ഉണ്ടായി. എനിക്കും എല്ലാവരും ഉണ്ടായി, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും. പക്ഷെ എനിക്കൊരു വീഴ്ച വന്നപ്പോ ഒരാള് പോലും എന്നെ എന്തിനാ, എനിക്ക് സംസാരിക്കാൻ പോലും ഒരാൾ പോലും ഉണ്ടായില്ല. പിന്നെ ഞാനെന്തിനാ ജീവിച്ചിട്ട്? പിന്നെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാല് ഭ്രാന്തനെ പോലെ ജീവിക്കേണ്ടി വരും. പിന്നെ ആൾക്കാരെന്നെ കളിയാക്കും. അത് കേട്ട് പിന്നെ ഞാൻ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തീർത്തതാ. ഇവന് സത്യത്തിൽ എന്താണെന്ന പ്രശ്നം? കേട്ടില്ലേ, എനിക്ക് എന്താണെന്ന് പ്രശ്നം? ഇതുവരെ ഞാൻ ജീവിച്ചിരുന്നപ്പോ ചോദിച്ചെങ്കിൽ ഞാനത് ചെയ്യോർന്നു.